ആ പ്രസിഡന്റ് സെക്രട്ടറി എന്താ? മൈക്കിൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അസോസിയേഷൻ നിങ്ങളുടെ ഒപ്പം ഉണ്ട്. മൈക്കിൾ ഒരു കംപ്ലൈന്റ് എഴുതി തരാ, അവർ ഇന്ന് ഓടിക്കണം. അല്ല സെക്രട്ടറി? ഇതും കൂടി കൂട്ടിയേ 19ാമത്തെ കംപ്ലൈന്റാ ഇവന്മാരുടെ പേര് ഇവിടെ കിട്ടണത്. അതിൽ 18 നിങ്ങൾ എഴുതി ചേർത്തല്ലേ? ആണെങ്കിൽ തെളിവൊന്നുമില്ലല്ലോ. ആഹാ മൈക്കിളെ, ആ ബോൾ അറ്റാച്ച് ചെയ്തൊരു കംപ്ലൈന്റ് കിടന്നി. ഞങ്ങളെ ഈ ബ്ലോക്കിന്റെ മാത്രമല്ല മൊത്തം റെസിഡൻസിന്റെയും പ്രസിഡന്റ് സെക്രട്ടറിയാണ്. ഈ അസോസിയേഷന്റെ ഒരു മീറ്റിംഗ് ഇപ്പൊ തന്നെ വിളിച്ചു പോകണം. ഇവനെയൊക്കെ സഹിക്കേണ്ട വല്ല കാര്യമുണ്ട് നമുക്ക്. അതായാലും മീറ്റിംഗ് കൂടിയിട്ട് ചിലപ്പോൾ അവരെ പറഞ്ഞു വിടുമായിരിക്കും. അവരാകുമ്പോൾ എനിക്ക് ആ ചില്ല് മാറ്റി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അത് മതി, വേറൊന്നും വിചാരിക്കല്ലേ. ഇനിയുള്ള ഓരോ മിനിറ്റും എനിക്ക് ആ ചില്ലിനേക്കാളും വിലപ്പെട്ടു. അതുകൊണ്ടാണ് സെക്രട്ടറി ശരി എന്നാണ്. മൈക്കിളെ, അതെ അതിനകത്തുനിന്ന് ഒരു മിനിറ്റ് എടുത്തിട്ട് ഈ വെള്ള പേപ്പറിൽ ഒന്ന് ഒപ്പിട്ട് തരാണെങ്കിൽ അവന്മാരുടെ കാര്യം ഞങ്ങളേറ്റ്. മൈക്കിളെ എവിടെയാടോ? ഞാൻ വീട്ടിലുണ്ട്. ഇന്ന് ഞായറാഴ്ചയല്ലേ? എനിക്ക് തോന്നി. ഇവിടെ താൻ എത്രയും പെട്ടെന്ന് റെഡി ആയിക്കോ. നമുക്ക് ആ കഫേ വരെ ഒന്ന് പോകണം. ഏത് കഫേല്? അവിടെ നമ്മൾ സ്ഥിരം പെണ്ണ് കാണുന്ന സ്പോട്ടില്ല അവിടെ. എന്തിന്? തനിക്ക് തൈര് സാധനം മേടിച്ചു തരാം. ഞാൻ രാവിലെ ഇഡ്ഡലി സാമ്പാർ ഉണ്ടാക്കി, എനിക്ക് വേണ്ട. മൈക്കിളെ എടോ, അടുത്ത ചൊവ്വാഴ്ച തന്നെ പെണ്ണ് കാണാന്ന് പറഞ്ഞ കൊച്ചില്ലയോ ജെനിഫർ? ആ കൊച്ചിന് അടുത്ത ആഴ്ച വരാൻ പറ്റത്തില്ലെന്ന്. അത് മുടങ്ങിയോ? താനിങ്ങനെ എല്ലാ കല്യാണം മുടക്കാൻ വേണ്ടി നിൽക്കല്ലേ? എടോ അതല്ല, അടുത്ത ആഴ്ച വരാൻ പറ്റാത്തതുകൊണ്ട് മീറ്റിംഗ് ഇന്നത്തേക്കാക്കി. പെണ്ണ് ഇന്ന് വരാന്ന് പറഞ്ഞേക്കുവാ കഫേല്. ഇന്നോ? ആ ഇപ്പോ അയ്യോ പറ്റില്ല പറ്റില്ല ബ്രോക്കറെ, പറ്റില്ല. അതെന്താ പറ്റാത്തത്? എനിക്കറിയാവുന്നതല്ലേ, ഞാനൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല, ടെൻഷൻ ആകും. ഓ പിന്നെ ഇതിന് മുന്നേ താൻ പ്രിപ്പയർ ചെയ്ത പെണ്ണ് കാണാനൊക്കെ തനിക്ക് ഫുൾ A+ ആയിരുന്നല്ലോ. ഇവിടെ താൻ അത് ഇതും പറഞ്ഞു നിൽക്കും. ഒന്ന് വേഗം വാ. ഹായ്, അതെ ഞങ്ങളുടെ പന്തായിരിക്കും. അപ്പൊ നിങ്ങൾ മണ്ടക്കിരുത്താണോ എന്റെ ചില്ലെറിഞ്ഞു പൊട്ടിച്ചേ? അയ്യോ ഞങ്ങളല്ലേ എറിഞ്ഞു പൊട്ടിച്ചേ. അവനെ കണ്ട, ആ ചുമല ഷർട്ട് ഇട്ടവൻ, ആ കോർക്ക് ബാറ്റി കൊള്ളിക്കാടിക്കുന്നവൻ, അവനാണ് എറിഞ്ഞു പൊട്ടിച്ചത്. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെയാണ് ഞാൻ, എൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഇഷ്ടങ്ങൾ. കുറേ നേരമായല്ലോ ഞാൻ മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടി എന്തെങ്കിലും പറയുന്നു. ഫസ്റ്റ് മീറ്റിംഗ് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നീ പെണ്ണ് കാണാൻ വീട്ടിലോട്ട് വന്നു വെച്ചാൽ മതി. ഐ ലവ് യു.